നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വിദേശ റിക്രൂട്ട്മെന്റുകളും കുടിയേറ്റ നിയന്ത്രണങ്ങളും കൂടുതൽ കർശനമാക്കുമ്പോൾ ബ്രിട്ടനിലെത്തിയ വിദേശ നഴ്സുമാർ കടുത്ത ദാരിദ്ര്യത്തിലേക്കെന്ന് റിപ്പോർട്ട്. യുകെയിലെത്തി 5 വർഷത്തേക്ക് യാതൊരു ബെനഫിറ്റും ക്ലെയിം ചെയ്യാൻ പാടില്ലെന്ന നിയമമാണ് വിദേശ നഴ്സുമാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത്. നാഷണൽ ഇൻഷുറൻസും ടാക്സും നൽകിയിട്ടും നഴ്സുമാർക്ക് നേരിടേണ്ടി വരുന്നത് കടുത്ത അനീതിയെന്ന് റിപ്പോർട്ട്. യുകെയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു. വൈദ്യുതി ബിൽ അടയ്ക്കാൻ പോലും കഴിയുന്നില്ല ജനങ്ങൾക്ക്. ഉപയോക്താക്കൾ കമ്പനികൾക്ക് നൽകാനുള്ളത് 3 ബില്യൺ പൗണ്ട്. ജനങ്ങൾക്ക് മേൽ 10% വർധനവ് ഏർപ്പെടുത്താൻ കെയർ സ്റ്റാർമർ സർക്കാർ. കമലാ ഹാരിസിനെതിരെ അശ്ലീല പരാമർശവുമായി ഡൊണാൾഡ് ട്രംപ്. രാഷ്ട്രീയ ഉയർച്ചയ്ക്കായി കമലാ ഹാരിസ് മുൻ സാൻ ഫ്രാൻസിസ്കോ മേയർ വില്ലി ബ്രൗണിന്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ചരിത്ര നേട്ടവുമായി കേരള പോലീസ്. രാജ്യത്ത് തന്നെ ആദ്യമായി മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയതും ഉടമയെ അറസ്റ്റ് ചെയ്തതും കേരള പോലീസ്. സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത് MDMA പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും MLAയുമായ മുകേഷ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തി അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. തന്റെ കൈവശമുള്ള തെളിവുകൾ അഭിഭാഷകന് കൈമാറാൻ വേണ്ടിയാണ് ഇന്ന് മുകേഷ് അഭിഭാഷകനെ കണ്ടത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 1 മാസം. സർക്കാർ കണക്കുകൾ പ്രകാരം ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് 231 പേർ. 78 പേർ ഇന്നും കാണാമറയത്ത്. ദുരിതബാധിതർക്ക് 1000 സ്ക്വയർ ഫീറ്റിലെ ഒറ്റനില വീട് നിർമ്മിച്ചു നൽകുമെന്ന് സർക്കാർ. ഉത്തർപ്രദേശിൽ സംസ്ഥാന സർക്കാരിനെ പ്രശംസിക്കുന്ന ഇൻഫ്ലുവൻസർമാർക്ക് പാരിതോഷികം നൽകുമെന്ന് യോഗി ആദിത്യനാഥ്. സർക്കാരിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോകളും റിപ്പോർട്ടുകളും പോസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ വരെ പാരിതോഷികം നൽകും. ബില്ലിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ഹോസ്റ്റൽ ശുചിമുറിയിൽ നിന്ന് ഒളിക്യാമറ കണ്ടെത്തി. സീനിയർ വിദ്യാർത്ഥി പിടിയിൽ. വിദ്യാർത്ഥിനികളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വിൽക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പോലീസ്. സംഭവം ആന്ധ്രാപ്രദേശിലെ ഗുഡ്വല്ലേരു എഞ്ചിനീയറിംഗ് കോളേജിൽ. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായ ഷീബോക്സ് പോർട്ടലിന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം തുടക്കം കുറിച്ചു. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രാലയത്തിന്റെ പുതിയ വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പ് സഹമന്ത്രി സാവിത്രി താക്കൂറും ചടങ്ങിൽ പങ്കെടുത്തു. പാരാലിമ്പിക്സിൽ ഇരട്ട സന്തോഷം. ഷൂട്ടിംഗിൽ അവനി ലക്കോരയ്ക്ക് സ്വർണം, മോന അഗർവാളിന് വെങ്കലം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആദരിച്ച യുവേഫ. ക്ലബ്ബ് ഫുട്ബോളിലെ റൊണാൾഡോയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ മുൻനിർത്തി യുവേഫയുടെ ആദരം. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.